ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. മാലിക് യൗമിദ്ദീനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി വഹുജ്ജത്തു മൻ ഖാല, പറഞ്ഞവരുടെ തെളിവ്. ഇന്നൽ മലിക്കാണ് ഔലാ മിനൽ മാലിക്കി വുജൂഹൻ, മാലിക്കിനേക്കാൾ ബന്ധപ്പെട്ടത് മലിക് എന്നതാണെന്ന് എന്ന് പറഞ്ഞവർക്കുള്ള തെളിവ് പല വജ്ഹുകളുണ്ട്. അല്ലവൽ ഒന്നാമത്തേത് അന്ന കുല്ല വാഹിദി മിൻ അഹ്ലിൽ ബലദി യകൂനു മാലിക്കൻ, ഓരോ നാട്ടിലെ ഓരോരുത്തരും മാലിക്കാകും. അന്ന കുല്ല വാഹിദിൻ, ഓരോരുത്തരും മിൻ അഹ്ലി ബലദി, നാട്ടിലെ ആളുകളിൽ നിന്ന് യകൂനു മാലിക്കൻ, മാലിക്കാകും. പക്ഷെ അമ്മൽ മലിക് ഉപരാജാവ് എന്നുള്ളതിൽ യകൂനു ഇല്ല അളമന്നാസി, ജനങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളവനല്ലാതെ രാജാവാകൂലല്ലോ. വാല, അവരിൽ ഏറ്റവും ഉന്നതനല്ലാതെ. അപ്പോൾ ഫക്കാനൽ മലിക്കു, അപ്പോൾ മലിക്ക് രാജാവാണ്. അഷ്റഫ മിനൽ മാലിക്കി, ഉടമസ്ഥനേക്കാൾ ഷറഫുള്ള ആൾ, മഹത്വമുള്ള ആൾ. അപ്പോൾ ഒരു ന്യായം. ഇനി രണ്ട് അസാനി, രണ്ടാമത്തത് അന്നഹും, അവർ അജ്മഉ, അവർ ഇജ്മാ ആയിട്ടുണ്ട്, ഏകോപിച്ചിട്ടുണ്ട്. അല അന്ന കൗലഹു തആല, അല്ലാഹുവിൻ്റെ കൗല് ആണെന്നതിൻ്റെ മേൽ. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ് എന്ന കൗല് ലഫ്സുൽ മലിക്കി ഫീഹി മുത്തഅയ്യിനൻ, അതിൽ മുത്തഅയ്യിനാണ്, മലിക്കെന്നാണ്, മാലിക്കെന്നല്ല. മലിക്കിന്നാസ് എന്നാണ് മുത്തഅയ്യിൻ, നിർണിതമാണെന്ന് അവർ ഏകോപിച്ചിട്ടുണ്ട്. വലൗലാ അന്നൽ മലിക അലാ ഹാലൻ മിനൽ മാലിക്കി വഇല്ലാ ലം യതഅയ്യൻ. വലൗലാ അന്നൽ മലിക അലാ ഹാലൻ മിനൽ മാലിക്കി, മലിക്കെന്നുള്ളത് മാലിക്കിനേക്കാൾ അവസ്ഥയാൽ ഉന്നതയിൽ ആയിട്ടില്ലായിരുന്നെങ്കിൽ, വലില്ല, അങ്ങനെ ആയിട്ടില്ലായിരുന്നെങ്കിൽ, ലം യതഅയ്യൻ, അത് മലിക്ക് എന്ന് തന്നെ നിജമാവൂലല്ലോ. അപ്പം മലിക്കാണ് മലിക്കാണ് ശ്രേഷ്ഠമായത്. അപ്പോൾ രണ്ട് കാര്യമായിട്ട്. ഇനി അസാലിസ്, മൂന്നാമത്തെ അൽ മലിക്കു ഔല, മലിക്ക് എന്നുള്ളതാണ് ഏറ്റവും ബന്ധപ്പെട്ടതിൽ. അന്നു അക്സറു, അത് അക്സറാണല്ലോ. മലിക്ക് എന്ന് പറയുമ്പോൾ ഒരക്ഷരം കുറവല്ലേ. വല്ലാഹിറു, ലാഹിർ അന്നഹു യുദ്രികു ഫി സമാനി മാ തുദ്കറു ഫീഹി ഹാദിഹിൽ കലിമത്തു ബി തമാമിഹാ. ലാഹിറ അന്നഹു യുദ്രികു മിനസ് സമാനി, സമാനിൽ നിന്ന് അത് എത്തിക്കും. മാ തുദ്കറു ഫീഹി ഹാദിഹിൽ കലിമത്തു ബി തമാമിഹാ, ഈ കലിമത്തിനെ പറയപ്പെടുന്ന, ആ സമാനിൽ പറയപ്പെടുന്ന ഒന്ന്, ഈ കലിമത്തിന് അതിൻ്റെ പരിപൂർണതയോടുകൂടി എത്തിക്കപ്പെടും. ബിഖിലാഫിൽ മാലിക്കി, മാലിക്കിനെതിരായിട്ട്. ഫൈന്നഹു അത്തുവലു, അത് അത്തുവലാണ്, അത് ദീർഘമാണ്. അപ്പോൾ ഫഹത്തമൽ, അപ്പോൾ സാധ്യതയുണ്ട്. അല്ല യജിദ മിന സമാനി, സമാനിൽ നിന്നുണ്ടാകാതിരിക്കൽ, എത്തിക്കാതിരിക്കൽ. മായിത്തിമു ഫി ഹാദിൽ കലിമത്ത, ഈ കലിമത്തിനെ പൂർത്തിയാക്കുന്ന ഒന്ന് സമാനിൽ നിന്ന് ഉണ്ടാകാതിരിക്കൽ സാധ്യതയുണ്ട്. അല്ലേ. മായിത്തുമി അതിൽ കലിമ ഹാക്കഥാ നുഖിലാൻ അബു അംർ, അബു അംറിനെ തൊട്ട് ഇപ്രകാരം നഖൽ ചെയ്യപ്പെട്ടു. വാജാബൽ കിസായി, കിസായി ഉത്തരം പറഞ്ഞത് ബി അൻ ഖാൽ, അദ്ദേഹം പറയൽ കൊണ്ട് മറുപടി നൽകി. ഇനി അഷ്റഫു ഫി ദിക്രി ഹാദിൽ കലിമത്തി, ഈ കലിമത്തിനെ പറയുന്നതിൽ ഞാൻ തുടങ്ങി. ഫൈലം മബ്ലൂഹ ഫഖദ് ബലഗതു ഹൈസു അസംതു അലൈഹ, ഞാനതിനെ എത്തിച്ചിട്ടില്ലെങ്കിലും ഫഖദ് ബലഗതുഹ, എങ്കിലും ഞാൻ അതിനെത്തിച്ചു. ഹൈസു അസം ത്വല, അതിൻ്റെ മേൽ അസ്മു ചെയ്ത, തീരുമാനിച്ച സമയത്ത് ഞാൻ അതിനെത്തിച്ചിട്ടുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. നദീർ, അതിൻ്റെ നദീർ ഫി ഷറയ്യാത്തിലുള്ള നദീർ എന്താ? മൻ നവാ സൗമഖദിൻ ഖബല ഖുറൂബി ശംസി, അതിൻ്റെ തത്തുല്യമായത്. ഷറയിൻ്റെ വിഷയത്തിൽ ഒരുത്തൻ കരുതി സൗമഖദിൻ ഖബല ഖുറൂബി ശംസി, നാളത്തെ നോമ്പിനെ കരുതി. മിനൽ യൗമി ഫി അയ്യാമി റമളാൻ ലാ തുജ്സിഹി, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നാളത്തെ നോമ്പിനെ കരുതിയാൽ. മിനൽ യൗമിൽ നിന്നുള്ള ഫി അയ്യാമി റമളാന, റമളാനിൻ്റെ ദിവസങ്ങളിലുള്ള ഒരു ദിവസങ്ങളിൽപ്പെട്ട സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നാളത്തെ നോമ്പെന്ന് കരുതിയാൽ ലാ യുജ്സിഹി, അത് മതിയാകൂല. കാരണം അന്നഹു ഫി ഹാദൽ യൗമി മുസ്തഖലം ബി സൗമി ഹാദൽ യൗമി, കാരണം അവൻ ഈ ദിവസത്തെ നോമ്പ് കൊണ്ടല്ലേ ബന്ധപ്പെട്ടേക്കുന്നത്, ജോലിയായേക്കുന്നത്. ഫൈദാ നവാ സൗമഖദി കാന ദാലിക തത്വീലൻ ലിൽ അമലി, അപ്പോൾ അവൻ
നാളത്തെ നോമ്പിനെ കരുതിയാൽ കാനതാലി കഥാകും തത്വീനലിൽ അമലിനെ ആഗ്രഹത്തെ ദീർഘിപ്പിക്കലാകും. അമ്മായിദാ നവ ബാദ ഖുറൂബി ശംസി, സൂര്യൻ അസ്തമിച്ച ശേഷമാണ് കരുതുന്നതെങ്കിൽ ഫൈനഹു ലാ യുസി, അതവന് മതിയാവൂല. കാരണം അന്നഹു വൈൻകാന ദാലിക തത്വീനൽ അമലി, സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് കരുതിയെങ്കിൽ ഫൈനഹു ലാ യുസി എന്ന്, അതവന് മതിയാവൂല. ലന്നഹു വൈൻകാന ദാലിക തത്വീനൽ അമലി, അത് അമലിനെ ദീർഘിപ്പിക്കലാണെങ്കിലും ഇല്ല അന്നഹു ഖറജാന് സൗമി ബി സൗബി ഉറുബി ശംസി, അവൻ നോമ്പിനെ തൊട്ട് പുറത്തു വന്നല്ലോ സൂര്യൻ അസ്തമിക്കലോടുകൂടി. വയജൂസു അൻ യമൂത ഫി ദിൽക ലൈലത്തി, അവൻ ആ രാത്രി മരിക്കാനും ജായിസാണല്ലോ. അപ്പോൾ ഫയഖൂലു, അപ്പം പറയും ഇല്ലം അബ്ലുഗ ഇലൽ യൗമി, ഞാൻ ദിവസത്തിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിലും ഫല അക്കല്ല മിൻ അൻ അക്കൂന അല അസ്മി സൗമി, ഫല അക്കല്ല കുറച്ചിട്ടില്ല, നോമ്പിനെ തീരുമാനിക്കുന്നതിൻ്റെ മേൽ ഞാൻ ആകലിൽ നിന്ന് ഞാൻ കുറച്ചിട്ടില്ല. കഥ ഹാഉന, പ്രകാരമാണ് ഇവിടെയും. യഷ്റൗഫി ദിക്രി കൗലിഹി മാലിക്കി, അവൻ മാലിക് എന്ന കൗലിനെ പറയുന്നതിൽ അവൻ തുടങ്ങി. ഫൈൻ തമ്മ മഹ ഫതാക്ക, അവനത് പൂർത്തിയാക്കിയാൽ അപ്പോൾ അത് അവനുണ്ട്. വൈലം യഖ്ദിർ അല ഇത്മാമിഹ, അതിനെ പൂർത്തിയാക്കാൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ കാന ആസിമൻ അൽ ഇത്മാമ്, അവൻ പൂർത്തിയാക്കുന്നതിൻ്റെ മേൽ ആസിമ് ചെയ്തവനാണ്. വഹുൽ മുറാദു, അതാണ് ഉദ്ദേശിക്കപ്പെട്ടത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാലേ ശരിക്കും ഒന്ന് മനസ്സിലാക്കണം. ഇനി സുമ്മനഖൂലു, പിന്നെ നാം പറയുന്നു ഇന്നഹു യതഫറഉ അലാ കൗനിഹി മലിക്കൻ അഹ്കാമൻ, മലിക്ക് ആകുക എന്നതിൻ്റെ മേൽ ഫറായിട്ട് വരും അഹ്കാമൻ, ചില വിധികൾ. മലിക്ക് എന്ന് പറഞ്ഞാലേ അതിനെ തുടർന്ന് ചില വിധികൾ വരും. വാലാ കൗനി മാലിക്കൻ അഹ്കാമൻ ഉഖറ, മാലിക്കാണെന്നതിൻ്റെ മേലും ചില മറ്റു ഹുക്കുമുകളും ഫറായിട്ട് വരും, ഘടകമായിട്ട് വരും. അമ്മൽ അഹ്കാമുൽ മുത്തഫരിഖത്തു അൻ കൗനിഹി മലിക്കൻ, അപ്പം മലിക്കാവുക, അള്ളാഹു മലിക്കാവുക എന്നതിൻ്റെ മേൽ ഫറായിട്ട് വരുന്ന ഹുക്കുമുകൾ, ആ ഹുക്കുമുകൾ ഫൗജുവൻ, അതിന് പല വജിഹുകളാണ്. അല്ല പോലെ ഒന്നാമത്തേത് അന്ന സിയാസാത്തി, മലിക്ക് അല്ലേ, അർബഅത്തി അഖ്സാമിൻ, അധികാരം 4 വിധമാണ്. സിയാസത്തുൽ മുല്ലാക്കി, എന്താണ്, രാജാക്കന്മാരുടെ അധികാരം, മുല്ലാക്ക്. അപ്പോൾ സിയാസത്തുൽ മുലൂക്കി, മുല്ലാക്ക് എന്ന് വെച്ചാൽ എന്താ, മുലൂക്കിൻ്റെ അധികാരം. മുല്ലാക്ക് എന്ന് പറയുമ്പോൾ രാജാതിരാജന്മാരുടെ അധികാരം ഇരിക്കും. അപ്പോൾ സിയാസത്തുൽ മുലൂക്കി എന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ അധികാരം. അപ്പോൾ സിയാസത്തുൽ മലായിക്കത്തി, മലക്കുകളുടെ അധികാരം. അപ്പോൾ സിയാസത്തുൽ മലിക്കുൽ മുലൂക്ക്, മലിക്കുൽ മുലൂക്കായ അള്ളാഹുവിൻ്റെ അധികാരം. മുല്ലാക്ക് എന്ന് വെച്ചാൽ അപ്പം എന്തായിരിക്കും, മുല്ലാക്ക് എന്ന് വെച്ചാൽ ഭരണീയരുടെ അധികാരം എന്നായിരിക്കും. അപ്പോൾ സിയാസത്തുൽ മുലൂക്കി, അപ്പോൾ രാജാക്കന്മാരുടെ അധികാരം അഖ്വയാണ് മിൻ സിയാസത്തുൽ മുല്ലാക്കി, മുല്ലാക്കിൻ്റെ അധികാരത്തേക്കാൾ. കാരണം അന്നഹു ലവിജ്തമ ആലമിൽ മാലിക്കീന, ഒരു ആലം ഒരുമിച്ച് കൂടി, മിനൽ മാലിക്കീന, മാലിക്കീങ്ങളിൽപ്പെട്ട ഒരു ആലം. ഫൈനഹും ലാ യുഖാവിമൂന മലിക്കൻ വാഹിദൻ, അപ്പോൾ അവരെന്ത് ചെയ്യും, ഒറ്റ രാജാവിനെ അവർ എന്താക്കൂല, നിർത്തൂല. അല്ലാത്തറ നീ കാണുന്നില്ല, അന്ന സയ്യിദ് നേതാവ് ലാ യംലിക്കു ഇഖാമത്തൽ ഹദ്ദി അലാ മംലൂക്കിഹി ഇന്ദ അബി ഹനീഫത്ത, ഹദ് നിർത്താൻ അവന് അധികാരമില്ല. അലാ മംലൂക്കിഹി, അവൻ്റെ അടിമയുടെ മേൽ. ഇന്ദ അബു ഹനീഫ ഇമാമിൻ്റെ അടുത്ത്. ലന്നഹു ലജിത്തമ ആലം ഒരുമിച്ച് കൂടി മിനൽ മാലിക്കീന, മാലിക്കീങ്ങളിൽപ്പെട്ട ആലം ഒരുമിച്ച് കൂടിയാൽ ഫൈനഹും ലാ യുഖാവിമൂന മലിക്കൻ വാഹിദൻ, അവർ ഒറ്റ മലിക്കിനെ, ഒറ്റ രാജാവിനെ
നിലനിർത്തൂല. അലാത്തറ നീ കാണുന്നില്ലേ, അന്ന സയ്യിദ യജമാനൻ ലാ യംലിക്കു ഇഖാമത്തൽ ഹദ്ദി, ഹദ്ദിനെ അവൻ നിലനിർത്താൻ ഉടമപ്പെടുത്തൂലല്ലോ. അലാ മംലൂക്കി, അവൻ്റെ അടിമയുടെ മേൽ ഹദ് ശിക്ഷാ നടപടി നടപ്പാക്കാൻ ഉടമപ്പെടുത്തൂല. ഇന്ത അബൂ ഹനീഫമെടുക്കൽ വാജിമോ ഇജുമായിട്ടുണ്ട്. അലാ അന്നൽ മാലിക് യംലിക്കു ഇഖാമത്തുൽ ഹുദൂദ് അലന്നാസി, രാജാവിന് എന്ത് ചെയ്യുക, ജനങ്ങളുടെ മേൽ ശിക്ഷാ നടപടി നടപ്പാക്കാൻ ഉടമപ്പെടുത്തുമെന്ന് അവർ ഇജുമായിട്ടുണ്ട്. വമ്മ സിയാസത്തിൽ മലായിക്കത്തി, മലക്കുകളുടെ അധികാരം ഫഹിയത് ഫൗക്ക സിയാസത്തിൽ മുലൂക്കി, അത് രാജാക്കന്മാരുടെ അധികാരത്തിൻ്റെ മേലെയാണ്. കാരണം അന്ന ആലിമൻ മിൻ അക്കാബിരിൽ മുലൂക്കി, രാജാക്കന്മാരിൽ ഏറ്റവും വലിയവനിൽപ്പെട്ട ആലമ് ലാ യുംകിനുഹും, അവർക്ക് സൗകര്യമാകൂല, ദഫു സിയാസത്തി മലിക്കിൻ വാഹിദിൻ, ഒരു രാജാവിൻ്റെ അധികാരത്തെ തട്ടിക്കളയാൻ അവർക്ക് സൗകര്യമാകൂല. ആലം എന്ന് അറിയില്ലേ, അന്ന ആലമൻ, രാജാക്കന്മാർ, വലിയ രാജാക്കന്മാരുടെ ലോകം അവർക്ക് സൗകര്യമാകൂല ഒറ്റ മലിക്കിൻ്റെ, ഒരു മലിക്കിൻ്റെ സിയാസത്തിനെ ദഫ് ചെയ്യാൻ. മലിക്കെന്നടിക്കും, മലക്കെന്നാണ്. വമ സിയാസത്തിൽ മലക്കിൽ മുലൂക്കിൻ്റെ അധികാരം ഫൈനാ ഫൗക സിയാസത്തിൽ മലായിക്ക, മലിക്കുൽ മുലൂക്കാകുന്ന അള്ളാഹു, അവൻ്റെ അധികാരമാകുന്നത് മലക്കുകളുടെ അധികാരത്തിൻ്റെ മുകളിലാണ്. അലാ തറ നീ കാണുന്നില്ലേ, ഇലാ ഖൗലി തആല, അല്ലാഹുവിൻ്റെ ഖൗലിലേക്ക്, യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബാ. മലക്കുകളും റൂഹുകളൊക്കെ അണിയായി നിൽക്കുന്ന ദിവസം അവരൊന്നും സംസാരിക്കൂല, അള്ളാഹു സമ്മതം കൊടുത്താലല്ലാതെ. അള്ളാഹിൻ്റെ സമ്മതം കൂടാതെ അള്ളാഹിൻ്റെ അടുത്ത് ആരാണ് ശുപാർശ ചെയ്യുക എന്നുള്ള ചോദിക്കല്ലേ. അപ്പോൾ അള്ളാഹിൻ്റെ അധികാരം എല്ലാത്തിൻ്റെ മുകളിലാണ്. വഖാലഫി സിഫത്തിൽ മലായിക്ക, മലക്കളുടെ വിശേഷണത്തിന് അള്ളാഹ് പറഞ്ഞല്ലോ, വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർത്തളാ, അള്ളാഹു തൃപ്തിപ്പെട്ടവനല്ലാതെ മലക്കുകൾ ശുപാർശ ചെയ്യുകയില്ല. അപ്പോൾ ഫയാ അയ്യുഹൽ മുലൂക്കോ, രാജാക്കന്മാരെ, ലാ തഖ്തറൂ, നിങ്ങൾ വഞ്ചിതരാകണ്ട, ബിമാലിക്കിക്കും, നിങ്ങളുടെ മാലിക്കിനെ കൊണ്ട്, മിനൽ മാലി, മുതലിനാലും വൽ മുൽക്ക്, അധികാരത്തിനാലും. കാരണം ഫൈന്നക്കും മുസറാഉ ഫി ഖബ്ളത്തി ഖുദ്റത്തി മാലികി യൗമിദ്ദീൻ, നിങ്ങളെല്ലാം പ്രതിഫല ദിവസത്തിന് ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ പിടുത്തത്തിൽ ബന്ധസ്ഥരാണ്. വയാ അയ്യുഹൽ റായിയ, ഓ ഭരണീയരെ, ഇദാ കുന്തും തഖാഫൂന സിയാസത്തൽ മലിക്കി, നിങ്ങൾ രാജാവിൻ്റെ അധികാരത്തിൽ നിങ്ങൾ പേടിക്കുന്നവരായാൽ, അഫമാ തഖാഫൂന, നിങ്ങൾ പേടിക്കുന്നില്ലയോ, സിയാസത്ത മലിക്കിൽ മുലൂക്കില്ലദി ഹുവ മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാകുന്ന രാജാധികാരൻ്റെ അധികാരത്തെ നിങ്ങൾ പേടിക്കുന്നില്ലയോ എന്നാണ് ചോദ്യം. അൽ ഹുക്കുമുസാനി, രണ്ടാമത്തെ ഹുക്കും എന്താ? അഹ്കാമുകൾ അല്ലേ, മലിക്കാവുക എന്നതിൻ്റെ മേൽ ഫറായി വരുന്ന വിധികളെ പറയപ്പെടും. ഒന്ന് പറഞ്ഞു പല വജുകൾ. ഇനി അൽ ഹുക്കുമുസാനി, രണ്ടാമത്തെ ഹുക്കുമിൻ അഹ്കാമി കൗനി താല മലിക്കൻ, അള്ളാഹ് മലിക്കാകുന്നതിൻ്റെ ഹുക്കുമിൽപ്പെട്ട രണ്ടാമത്തെ ഹുക്കും എന്താണ്? അന്നഹു മലിക്കുൻ, അവൻ രാജാവാണ്, ലാ യുശ്ബിഹു സായിറൽ മുലൂക്കി, മറ്റു രാജാക്കന്മാരോട് സാദൃശ്യമാകാത്ത രാജാവാണ്. കാരണം അന്നഹും ഇൻ തസദ്ദഖൂ ബിശൈഇൻ, കാരണം അവർ ഇൻ തസദ്ദഖൂ ബിശൈഇൻ, ഒരു വസ്തു അവർ ഉദ്ദേശിച്ചാൽ, ഇൻ തഖസ മുൽക്കുഹും, അവരുടെ മുൽക്ക്, ഇൻ തഖസ മുൽക്കുഹും വഖല്ലത്ത് ഖസാഇനുഹും, അതായത് അവർ ഒരു വസ്തുവിനെ സദഖ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഇൻ തഖസ മുൽക്കുഹും, അവരുടെ മുൽക്ക്, അവരുടെ അധികാരം കുറയും. വഖല്ലത്ത് ഖസാഇനുഹും, അവരുടെ ഖജനാവ് കുറയും. അമ്മൽ ഹഖു സുബ്ഹാനഹു തആല, അപ്പോൾ അല്ലാഹു തആലയാകുന്നു, ഫമുൽക്കുഹു, അവൻ്റെ അധികാരം,
ലാ യന്തഖിസു ബിൽ അതാഇ നൽകൽ കൊണ്ട് ചുരുങ്ങൂല, വൽ ഇഹ്സാനി നന്മ ചെയ്യൽ കൊണ്ടും, വൽ യസ്ദാദു അത് വർദ്ധിക്കുകയാണ് ചെയ്യുക. ബയാനു അതിൻ്റെ ബയാനം അന്നഹു തആല അല്ലാഹു തആല ഇദാ അഅതാക വലദൻ വാഹിദ നിനക്ക് അല്ലാഹു ഒരു കുട്ടിയെ നൽകിയാൽ ലം യതവജ്ജഹ് ഹുക്കും അവൻ്റെ ഹുക്കുമു നേരിടൂല ഇല്ലാ അലാ ദാലിക്കൽ വലദിൽ വാഹിദി ആ ഒറ്റ കുട്ടിയുടെ മേൽ അല്ലാതെ അവൻ്റെ ഹുക്കുമു നേരിടുകയില്ല. അമ്മാല വാഗ്താക അശറത മിനൽ ഔലാദി അള്ളാഹ് അപ്പോൾ നിനക്ക് 10 മക്കളെ നൽകിയാൽ കാന ഹുക്കുമുഹു അവൻ്റെ തക്ലീഫും അവൻ്റെ വിധിയും അവൻ്റെ കീർത്തനവുമെല്ലാം എല്ലാവർക്കും നിർബന്ധമാകും. അപ്പോൾ ഫസബത്ത് സ്ഥിരപ്പെട്ടല്ലോ അന്നഹു താല അള്ളാഹ് കുല്ലമ ഖാൻ അക്സറാത്താൻ ഖാൻ ഔസാമുൽക്കാ കണ്ട. അപ്പോൾ അള്ളാഹു താല അത്താ ധർമ്മത്തെ എപ്പോൾ അധികരിക്കുമോ അപ്പോഴെല്ലാം അവൻ്റെ അധികാരം വിശാലമായിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. ഇനി അൽ ഹുക്കുമു സാലിസ് മൂന്നാമത്തെ വിധി എന്താ? മിനൽ അഹ്കാമി കൗനിഹി മലിക്കൻ അള്ളാഹു താല രാജാവാകുക എന്നതിൻ്റെ വിധികളിൽപ്പെട്ട മൂന്നാമത്തെ വിധി കമാലുർ റഹ്മത്തി കമാലുർ റഹ്മത്താണ്. അതായത് കാരുണ്യം പരിപൂർണ കാരുണ്യമാണ്. അപ്പോൾ ദലീലു അലഹി ആയാത്ത് അതിന് തെളിവ് പല ആയത്തുകളാണ്. ഇഹ്ദാദിൽ ഒന്നാമത്തെ ആയത്ത് മാദുക്രഫി ഹാദി സൂറത്തി ഈ സൂറത്തിൽ പറയപ്പെട്ടത് എന്താണ്? മീൻ കൗനി അള്ളാഹു റബ്ബാണ്, റഹ്മാനാണ്, റഹീമാണ്. അള്ളാഹു രക്ഷിതാവും കാരുണ്യവാനാണ്, കരുണാനിധിയാണ് എന്നതാണ്. അപ്പോൾ സാനിയ രണ്ടാമത്തെ എന്താ? രണ്ടാമത്തെ ആയത്ത് കൗലു തആല കൗലു ഹു അല്ലാഹു ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദത്തി ഹുവർ റഹ്മാനുർ റഹീം. അള്ളാഹ് ഒരാളാണ്, അവനല്ലാതെ ഇലാഹില്ല, അവൻ ആലിമുൽ ഗൈബാണ്, ഗൈബിനെ അറിയുന്നവൻ, ഷഹാദത്തിനെയും അറിയും, അതായത് രഹസ്യമായതും പരസ്യമായതും അറിയുന്നവനാണ്. വർ റഹ്മാനുർ റഹീം, അവൻ റഹ്മാനുർ റഹീമാണ്. സുമ്മക്കാല പിന്നെ അതിനുശേഷം അള്ളാഹ് പറഞ്ഞു ഹു അല്ലാഹു ലദീ ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കു കണ്ട. അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അവൻ മലിക്കാണ്, രാജാവാണ്. സുമ്മദക്കറ ബാദഹു കൗനുഹു ഖുദ്ദൂസൻ അനിൽ ദുൽമി പിന്നെ പറഞ്ഞു അതിനുശേഷം അവൻ ഖുദ്ദൂസാണ്, അക്രമത്തെ തൊട്ട് പരിശുദ്ധനാണ്. വൽ ജൗരി അക്രമത്തെ തൊട്ട്. സുമ്മദക്കറ ബാദ പിന്നെ പറഞ്ഞു കൗനുഹു സലാമാണ്, അവൻ സലാമാണ്. വഹു അല്ലദീ സല്ലമ ഇബാദഹു മിൻ ദുൽമിഹി വ ജൗരിഹി അതായത് അടിമകളെ അക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. സുമദക്രബാദു കൗനു മുഅ്മിനൻ പിന്നെ മുഅ്മിനാണെന്ന് പറഞ്ഞു. വഹുലദി യു അമ്മിനു അബീദു അൻ ജൗരിഹി വ ദുൽമി അതായത് അവൻ്റെ അടിമകളെ സംരക്ഷിക്കുന്നു അക്രമത്തെ തൊട്ട്. ഫസബത സ്ഥിരപ്പെട്ടു അന്ന കൗനു മാലിക്കൻ അവൻ മാലിക്കാണെന്ന് സ്ഥിരപ്പെട്ടു. ലായത്തിമുല്ലാമ കമാലി റഹ്മത്തി അപ്പോൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അവൻ മാലിക്കാകൽ അവൻ്റെ പരിപൂർണമായ കാരുണ്യം കൊണ്ടിട്ടല്ലാതെ പൂർത്തിയാകൂല എന്ന് സ്ഥിരപ്പെട്ടു. വസാലിസാനി മൂന്നാമത്തായത് കൗലു തആലാന്റെ കൗലാണ് അൽ മുൽക്കു യൗമഇദിൻ അൽ ഹഖുലിർ റഹ്മാൻ അന്നേ ദിവസം അധികാരം ഹക്കായ അധികാരം അള്ളാഹുവിനാണ്, റഹ്മാനിനാണ്. അലമ്മ അസ്ബത്തൽ നഫ്സിൽ മുൽക്ക അള്ളാഹു തആല അധികാരത്തെ അവന് സ്ഥിരപ്പെടുത്തിയപ്പോൾ അർദഫഹു അവനതിനെ തുടർത്തിക്കൊണ്ടു ബിഅൻ വസഫ നഫ്സഹു ബി കൗനി റഹ്മാൻ അവൻ്റെ ശരീരത്തിന് അവൻ വിശേഷണം പറഞ്ഞു റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അതിനെ തുടർത്തിയത്. യഅനി ഉദ്ദേശം എന്താണ്? ഉദ്ദേശം ഇൻകാന സുബൂത്തുൽ മുൽക്കി ലഹു ബി ദാലിക്കൽ യൗമി ആ ദിവസം അവന് അധികാരം സ്ഥിരപ്പെടൽ ആയാൽ യദുല്ലു അറിയിക്കും അലാ കമാലിൽ ഖഹരി പരിപൂർണ അധികാരത്തിൻ്റെ മേൽ അത് അറിയിക്കും. അപ്പോൾ കൗനു റഹ്മാനൻ അപ്പോൾ റഹ്മാനാകൽ യദുല്ലത് അറിയിക്കും അലാ സവാൽ ഖൗഫി വ ഖുസൂരി റഹ്മത്തി പേടി നീങ്ങലിൻ്റെ മേലും റഹ്മത്തുണ്ടാകുന്നതിൻ്റെ മേലും അതറിയിക്കും. അവൻ റഹ്മാൻ എന്നുള്ളത് അറിയിക്കും. അപ്പോൾ റഹ്മാനാണ്. അതുപോലെ തന്നെ മാലിക്കാന്നും പറഞ്ഞപ്പോൾ എന്താണ്? പരിപൂർണ അധികാരവും അവനതുപോലെ തന്നെ എന്താണ്? പേടി അതുപോലെ തന്നെ എന്തില്ല, പേടിയൊന്നും വേണ്ട എന്നതിൻ്റെ മേൽ അറിയിക്കും. വറാബിയോ നാലാമത്തെ ആയത് കൗലു അള്ളാഹിൻ്റെ കൗലം കുൽ ഔദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഉണ്ടാ ജനങ്ങളുടെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നബിയെ പറയുക, ജനങ്ങളുടെ മലിക്കിനോട്, ജനങ്ങളുടെ രാജാവിനോട്. ഫദക്കർ അവ്വലൻ
കൗനു റബ്ബൻ ലിന്നാസി. അള്ളാഹ് ആദ്യം പറഞ്ഞത് ജനങ്ങൾക്ക് റബ്ബാണെന്ന് പറഞ്ഞത്. സുമാർദ പിന്നെ അതിനെ തുടർത്തിക്കൊണ്ടുവന്നപ്പോൾ കൗനി മലിക്കൻ ലിന്നാസ്, ജനങ്ങൾക്ക് രാജാവ്, ജനങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. വഹാദിൽ ആയാത്ത്, ഈ ആയത്തുകളെല്ലാം ദാലത്തിന് ഇതൊക്കെ അറിയിക്കും. അല എന്തിൻ്റെ മേലെ അറിയിക്കുന്നു? അല അന്നൽ മുൽക്കല യഹ്സനു അല യക്മുലില്ല അൽ ഇഹ്സാനി വറഹ്മത്തി, അധികാരമെന്നുള്ളത്, അധികാരം രാജാധികാരം എന്നുള്ളത് അത് നന്നാകൂല, അത് പരിപൂർണമാകൂല. ഇല്ലാ അൽ ഇഹ്സാനി വറഹ്മത്തി, കരുണയും നന്മയും ചെയ്യൽ കൊണ്ടല്ലാതെ അത് പരിപൂർണമാകൂല. ഫയായുഹൽ മുലൂക്കബോ, രാജാക്കന്മാരെ, ഇസ്മഉ ഹാദിൽ ആയാത്തി, നിങ്ങൾ ഈ ആയത്തുകൾ കേൾക്കുകയും വർഹമു ആഉലാഇൽ മസാക്കീന, നിങ്ങൾ ഈ മസ്കിമാരോട്, ഈ ദരിദ്രരോട് നിങ്ങൾ കരുണ ചെയ്യുക. വലാ തത്ലബു മർത്തബത്തൻ സായിദത്തൻ ഫിൽ മുൽക്കി അലാ മുൽക്കില്ല, നിങ്ങളൊരു വർധനവായ സ്ഥാനം തേടരുത് അധികാരത്തിൽ, അള്ളാഹുവിൻ്റെ അധികാരത്തിനേക്കാൾ അധികാരത്തിൽ വർദ്ധിച്ച സ്ഥാനം നിങ്ങൾ തേടരുത് എന്ന് പറയുന്ന പോലെ ആയപ്പോൾ അൽ ഹുക്കുമുർ റാബിഉലിൽ മലിക്ക്, രാജാ മാലിക്ക് എന്നതിനുള്ള നാലാമത്തെ ഹുക്കും എന്താണെന്നറിയോ? അനോ യജിബു അല റായത്തി താഅത്തുഹു, ഭരണീയർക്ക് നിർബന്ധമാണ് രാജാവിനെ അനുസരിക്കൽ. ഫൈൻ ഖാലഫു, അവർ അദ്ദേഹത്തിനെതിരെ ചെയ്താൽ, വലം യുത്തിയു, രാജാവിനെ അനുസരിച്ചില്ലെങ്കിൽ, വഖാൽ ഹറജു അൽ മറജു ബിൽ ആലം, ലോകത്തെന്തുണ്ടാകും? മറജുകളും ഹറജുകളും സംഭവിക്കും. അതിന് വാസൽ ഇൽത്തിറാബു തശ്വീഷു, ഇൽത്തിറാബുകളുണ്ടാകും. വദഅദാലിക ഇലാ തഖ്രീജിൽ ആലമി വ ഫനാഇൽ ഖൽഖി, അത് ഈ ലോകം നാശത്തിലേക്ക് ക്ഷണിക്കും. കണ്ട, അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും? ആകെ ലോകം മൊത്തം, നാട് മൊത്തം നശിക്കും. ഫലമ്മ ഷാഹത്തും അന്നൽ മുഖാലഫത്തൽ മലിക്കിൽ മജാസി തുഫിലി ആഖിറ ലംരി ഇലാ തഖ്രീബിൽ ആലമി വ ഫനാഇൽ ഖൽഖി, അപ്പോൾ ഫലമ്മ ഷാഹത്ത്, നിങ്ങൾ സാക്ഷ്യം വഹിച്ചപ്പോൾ, നിങ്ങൾ കണ്ടപ്പോൾ, അന്ന മുഖാലഫത്തൽ മലിക്കിൽ മുജാസി, മുജാസിയായ രാജാവിനോട് എതിരാകൽ, തുഫ്ലി, അത് കൂട്ടും, ആഖിറൽ അംറിൽ ഇലാ തഖ്രീബിൽ ആലം, ലോകത്തെ നശിപ്പിക്കുന്നതിലേക്ക് അത് കൂട്ടും. ഫനാൽ ഖൽക്കി, സൃഷ്ടികൾ നശിക്കുന്നതിലേക്ക് കൂട്ടിയപ്പോൾ എന്ന് നീ കാണുമ്പോൾ, ഫൻദുർ, നീ ചിന്തിക്കുക, ഇലാ മുഖാലഫത്തി മലിക്കിൽ മുലൂക്ക്, രാജനായ അള്ളാഹുവിനോട് എതിരാകലിലേക്ക് നീ ചിന്തിക്കുക. കൈഫയക്കൂനു തഹ്സീറുഹ, അപ്പോൾ അതിൻ്റെ ഫലമെന്താകും? ഫി സവാലിൽ മസാലിഹി, കൈഫയക്കൂനു ഫി സവാലിൽ മസാലി വ ഹുസുൽ മഫാസിദി, നന്മകൾ പോകുന്നതിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിലും. തമാമു തക്രീർ, അതിനെ തക്രീറാക്കൽ, പൂർണ്ണമായി തക്രീറാക്കൽ, എങ്ങനെ? സമർത്ഥിക്കൽ. അന്നഹു തല ബയ്യന, അള്ള വ്യക്തമാക്കി, അന്നൽ കുഫ്ര സബബൻ ലി ഖറാബിൽ ആലം, കണ്ട, ലോകത്തിൻ്റെ നാശത്തിന് കാരണമാണ് അവിശ്വാസം എന്നുള്ളത് എന്നാണ്. കാലത്താൽ അത് പറഞ്ഞല്ലോ, തകാദു സമാവാതു യതഫത്തർന മിൻഹു വ തൻഷഖുൽ അർളു വ തഖിറുൽ ജിബാലു ഹദ്ദാ, ആകാശം അത് കൊഴിഞ്ഞു വീഴാനും ഭൂമി കീറാനും അതുപോലെ തന്നെ നദികളൊക്കെ പൊട്ടിയൊലിക്കാനും കാരണമാകും. ഏത്? കുഫർ. അന്താവുൽ റഹ്മാൻ, എന്ത്? നിങ്ങൾ റഹ്മാന് കുട്ടിയുണ്ടെന്ന് പറയൽ, കണ്ട, അവിശ്വാസം എന്നുള്ളത്. അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയൽ. ബയ്യന, അള്ള വ്യക്തമാക്കി, അന്ന താഅത്തുഹു സബബൻ ലി മസലിൽ മസാലി, അള്ളാഹുവിനെ അനുസരിക്കൽ അത് നന്മകൾക്കുള്ള കാരണമാണെന്ന്. കാലത്ത് അള്ള പറഞ്ഞില്ലേ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കൻ നഹ്നു നർസുഖുക വല്ലാഖിബത്തു ലിത്തഖ്വാ, നിൻ്റെ വീട്ടുകാരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, നീ അതിൻ്റെ മേൽ ക്ഷമിക്കണം. നിന്നോട് ഞാൻ ചോദിക്കുന്നില്ല, റിസ്ക് ചോദിക്കുന്നില്ല, നിനക്ക് ഭക്ഷണം തരുന്നത് നാമാണ്. അന്ത്യവിജയം തഖ്വക്കാണ്, സൂക്ഷ്മതക്കാണ് അന്തിമ വിജയമുള്ളത്. അപ്പോൾ ഫയായുഹർ റായ്യ, ഓ ഭരണീയരെ, കൂനു മുത്തഈന ലി മുലൂക്കിക്കും, നിങ്ങളുടെ രാജാക്കന്മാരെ നിങ്ങൾ അനുസരിക്കണം. വയായുഹൽ മുലൂക്ക്, രാജാക്കന്മാരെ, കൂനു മുത്തഈന ലി മലിക്കിൽ മുലൂക്ക്, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക. ഹത്താ തൻതളിമ മസാലുൽ ആലം, ലോകത്തിൻ്റെ നന്മകൾ കോർവയാകാൻ വേണ്ടി. ഇനി അൽ ഹുക്കുമുൽ ഖാമിസു, ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.